ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇഞ്ചിക്കറി റെസിപ്പിയാണ്. അതിനായി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി എണ്ണയിലേക്കിട്ട് നല്ലതുപോലെ മൂപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചുവന്നുള്ളിയും അതേപോലെ തന്നെ ബ്രൗൺ നിറമാകുന്നത് വരെ നല്ലതുപോലെ മൂപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതേ എണ്ണയിൽ തന്നെ കുറച്ച് വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കൂടി നമ്മൾ മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് ബ്രൗൺ നിറം ആവണ്ട. അത് മാറ്റി വെച്ചതിന് ശേഷം അതേ ചീനിച്ചട്ടിയിൽ തന്നെ ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കുക. അത് നല്ല ബ്രൗൺ നിറമാകുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുക്കുക. അതൊന്ന് വഴറ്റിയതിന് ശേഷം അര സ്പൂൺ മല്ലിപ്പൊടിയും അര സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾ തന്നെ നട്ട് വളർത്തിയ നല്ല നാടൻ കറിവേപ്പിലയാണ്. അതിൽ നിന്ന് ഒരു തണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് അതിലേക്ക് ചേർക്കാനായിട്ട് പുളിവെള്ളവും ശർക്കരയും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ചുവന്നുള്ളിയും ഇഞ്ചിയും ജാറിലിട്ട് നല്ലതുപോലെ ഫൈനായിട്ട് അരച്ചെടുക്കുക. ഇത് പുളിവെള്ളം ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണ്. പിന്നെ ചട്ടി അടുപ്പത്തേക്ക് വെക്കുക, എണ്ണ ഒഴിക്കുക, കടു, കരിയാപ്പില, വറ്റൽമുളക് ഇതെല്ലാം ഇട്ടതിന് ശേഷം നേരത്തെ മൂപ്പിച്ച് വെച്ചിരുന്ന വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ചുവന്നുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്യുക. പുളിവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോഴത്തേക്കിനും നമ്മൾ ഒരു സ്പൂൺ ശർക്കര കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.